ഹായ്, HSST കൊമേഴ്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ പർച്ചേസ്, ഓപ്ഷൻ ബി സ്റ്റോഴ്സ്, ഓപ്ഷൻ സി ഫിനാൻസ്, ഓപ്ഷൻ ഡി സെയിൽസ്. നമുക്കറിയാം ആൻസർ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റോഴ്സ് ആണ്. സ്റ്റോർ ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വന്നാൽ, ഡാഷ് ഈസ് ഡിസൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റിനും ക്യാരിയിങ് കോസ്റ്റിനും അനുസരിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുന്നത് എന്താണ്? EOQ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആൻസർ EOQ ആണ്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അണ്ടർ ദി FSN സിസ്റ്റം ഓഫ് ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി ഈസ് ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ്. FSN സിസ്റ്റത്തിൽ, FSN എന്ന് പറയുന്ന ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റത്തിൽ ഏത് ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഇൻവെന്ററിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്രീക്വൻസി ഓഫ് യൂസേജ് ഓഫ് ഐറ്റംസ് ഓഫ് ഇൻവെന്ററി. നമ്മൾ ഇൻവെന്ററി ഐറ്റംസ് ഉപയോഗിക്കുന്നതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ FSN എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യന്, ഇഫ് റോ മെറ്റീരിയൽസ് പ്രൈസസ് ആർ ഇൻഫ്ലേറ്റഡ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡ് വിൽ ഷോ ദി ലോവസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്? ക്വസ്റ്റ്യൻ ഇതാണ്, റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, റോ മെറ്റീരിയൽ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൂടുകയാണെങ്കിൽ, ഏത് സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡിലാണ് ലോവസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഒന്നാമത്തെ ഓപ്ഷൻ ലിഫോ ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഫിഫോ ആണ്. മൂന്നാമത്തെ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. നാലാമത്തെ സിമ്പിൾ ആവറേജ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ലിഫോ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം. മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. മാർക്കറ്റിൽ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഏത് മെത്തേഡിലാണ് ഗ്രോസ് പ്രോഫിറ്റ് ലോവസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ലിഫോ ആണ്. എന്തുകൊണ്ടാണ് ലിഫോ വരുന്നത്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അവസാനം വന്ന സ്റ്റോക്ക് ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് കുറവായിരിക്കും. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലായിട്ട് കാണിക്കുന്നു. അതായത് നമുക്കറിയാം നമ്മുടെ പ്രൈസ് കൂടുതലാണല്ലോ. പ്രൈസ് കൂടുതലാകുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കുറവായിട്ട് അവിടെ അനുഭവപ്പെടുന്നു. അതായത് കണക്ക് പ്രകാരം ലോവസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി ഇതിൽ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റിനും കൂടി വരുമ്പോൾ, ഇതിന്റെ സെയിം ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, അതും കൂടി വരുമ്പോൾ ഇതിന് ക്ലിയർ ആവും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സ് ഡോക്യുമെന്റ് ഇൻ എ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് ഡിസൈൻഡ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ദി ഡെലിവറി ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡിംഗ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഗുഡ്സ്? ആൻസർ എ ആണ്. ഗുഡ്സ് റിസീവ്ഡ് നോട്ടാണ്. ഗുഡ്സ് റിസീവ്ഡ് നോട്ടാണ് അവിടെ വരിക. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്ക്, എ റിട്ടൺ റിക്വസ്റ്റ് ടു എ സപ്ലയർ ഫോർ സ്പെസിഫൈഡ് ഗുഡ്സ് അറ്റ് ആൻ എഗ്രീഡ് ഓൺ പ്രൈസ് ഈസ് കോൾഡ്. നമുക്കറിയാം റിട്ടൺ റിക്വസ്റ്റ് ആണ് ടു എ സപ്ലയർ. സപ്ലയർക്കുള്ള റിട്ടൺ റിക്വസ്റ്റ് ഫോർ സ്പെസിഫൈഡ് ഗുഡ്സ് അറ്റ് ആൻ എഗ്രീഡ് ഓൺ പ്രൈസ് ഈസ് കോൾഡ്. ആൻസർ എ ആണ്. പർച്ചേസ് ഓർഡർ ആണ്. പർച്ചേസ് ഓർഡർ. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, റീഓർഡർ ലെവൽ ഈസ് കാൽക്കുലേറ്റഡ് ആസ്. റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി അറ്റ് വിച്ച് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് ക്യാരിയിങ് ഇൻവെന്ററി ഈസ്. അതായത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതായത് EOQ എന്ന് പറയുന്നത് മീൻസ് ക്വാണ്ടിറ്റി ഏത് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ അറിയാം രണ്ട് ഫാക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, ഹോൾഡിംഗ് കോസ്റ്റും അതേപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും. ഹോൾഡിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക, മിനിമം ആൻഡ് ഈക്വൽ ആയിട്ട് വരുന്നത്. അതായത് മിനിമം കോസ്റ്റ് വരുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആയി വരുന്ന കേസ്, മിനിമം ആൻഡ് ഈക്വൽ ആയിട്ട് വരുന്ന കേസിലാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത്. ദെൻ അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, മിനിമം ആൻഡ് ഈക്വൽ. ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്,
ഇൻ കേസ് ഓഫ് റൈസിംഗ് പ്രൈസസ് ഇൻഫ്ലേഷൻ ഫിഫോ മെത്തേഡ് വിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യന്റെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് കോസ്റ്റ് ഓഫ് റൈസിംഗ് പ്രൈസസ്, നമുക്കറിയാം കോസ്റ്റ് കൂടുകയാണ്, പ്രൈസ് കൂടുകയാണ്. ഇൻ കേസ് ഓഫ് റൈസിംഗ് പ്രൈസസ്, അതായത് ഇൻഫ്ലേഷന്റെ സമയത്ത് ഫിഫോ മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷന്റെ സമയത്ത് ഫിഫോ എന്ന് പറയുമ്പോൾ അറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്ന മെറ്റീരിയൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആദ്യം വന്നത് പ്രൊഡക്ഷന് വേണ്ടി എടുക്കുമ്പോൾ അവസാനം വന്ന സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റും ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഹൈ ആയിട്ട് മാറുന്നത്? കാരണം പ്രൈസ്, അതായത് കോസ്റ്റ്, അതായത് മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത്, ഇൻഫ്ലേഷന്റെ സമയത്താണ് നമ്മൾ ആദ്യം വന്ന മെറ്റീരിയൽ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യം വന്ന മെറ്റീരിയലിന്റെ പ്രൈസ് കുറവാണ്. സോ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായി കാണുന്നു, പ്രോഫിറ്റ് കൂടുതലാവുന്നു. അപ്പോൾ പ്രോഫിറ്റ് കൂടുതലാവുന്നു. അതുപോലെ തന്നെ അവസാനം വന്ന മെറ്റീരിയൽ അല്ലേ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്തായിട്ട് മാറുന്നു, ഹൈ ആയിട്ട് മാറുന്നു. ഇതാണ് ഇൻഫ്ലേഷൻ സമയത്ത് ഫിഫോ മെത്തേഡിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് റൈസിംഗ് പ്രൈസസ്, അതായത് ഇൻഫ്ലേഷന്റെ സമയത്ത് ലിഫോയിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം മാർക്കറ്റിൽ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുതലാണ്. ഈ സമയത്ത് ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, അല്ലെ? അവസാനം വന്ന മെറ്റീരിയൽ ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന് കൂടുതൽ പ്രൈസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇൻഫ്ലേഷന്റെ സമയത്ത് അവസാനം വന്ന മെറ്റീരിയൽ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കവിടെ എന്താണ്, ഏറ്റവും ആദ്യം വന്ന മെറ്റീരിയൽ ആയിരിക്കും അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂം അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം ഒന്നാമത്തെ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ എ ആണ്. പ്രൊവൈഡ് ലോവസ്റ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് പ്രോഫിറ്റും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂം ലോവസ്റ്റ് ആയിട്ട് കാണുന്നു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ, നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻ അനുസരിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ നോക്കുക. ഇതിന്റെ PDF വേണ്ടവരും താഴ്ത്തുന്ന കമന്റ് ഇടുക. ഓക്കെ, താങ്ക് യു.